Stay tuned to Kids Corner and set free from all tensions and worries. നോയമ്പലത്ത് ചിക്കനൊക്കെ അടിച്ചോണ്ടിരിക്കുന്നേ. ഈ ചിക്കൻ എന്ത് ടേസ്റ്റാ. അതെ അതെ, നീ അടിച്ചോടാ. നിന്റെ അപ്പനും അമ്മയെന്ന് പറയാൻ പോണോ? എനിക്ക് വേണ്ട. നീ എന്നെ എത്ര ഒപ്പിച്ചാലും ഞാൻ എന്റെ നോയമ്പ് വിളിക്കില്ല. നിന്റെ അപ്പനും അമ്മയെന്ന് അറിയാൻ പോണോ? ഞാൻ നോയമ്പെടുക്കുന്ന വീട്ടുകാർക്ക് വേണ്ടിയല്ല. പിന്നെ ഒരു പുണ്യാളച്ചൻ. എടാ, സെൽഫ് കൺട്രോൾ ആണ്. എന്നാലും ഈ നോയമ്പൊക്കെ എടുക്കാൻ പറ്റും. സെൽഫ് കൺട്രോളാ? അതെന്താ? പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ നോമ്പ് കാലമൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ തോമസ് കുട്ടിയുടെ അവസ്ഥ കണ്ടോ? പ്രലോഭനങ്ങൾ അത് നിങ്ങൾക്കും ഉണ്ടാവാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ അത് നിങ്ങൾ രക്ഷപ്പെട്ടു. കാര്യം നമ്മൾക്ക് ഈ പ്രലോഭനങ്ങൾ അതിജീവിച്ച് നമ്മൾ ഈ നോമ്പ് എടുക്കുമ്പോഴാണ് അത് പൂർണ്ണ വിജയമാവുന്നത് അല്ലേ. അതിന് കുറച്ചും കൂടെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കണം. അതിനൊരു ചെറിയൊരു സംശയമാണ് നമ്മളുടെ തോമസ് കുട്ടി അപ്പുക്കുട്ടൻ എന്ന് ചോദിച്ചിരിക്കുന്നത്, ആത്മസംയമനം. അപ്പോൾ നമുക്ക് അതായിട്ട് മുന്നോട്ട് പോകാം. അതിനു മുമ്പ് ഇന്നത്തെ വചനം പഠിക്കാം. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 32-ാം വാക്യം. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. അപ്പോൾ ഇനി സുകൃത ജപം. ഈശോയെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സംശയങ്ങളായിട്ട് അങ്കിളുടെ അടുത്തേക്ക് പോവാം. ആത്മസംയമനം എന്നാൽ എന്താ അങ്കിളെ? ആത്മസംയമനം അഥവാ സെൽഫ് കൺട്രോൾ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സുകൃതമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ ആത്മസംയമനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ആത്മനിയന്ത്രണത്തിൽ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. നമുക്കറിയാം, ഇന്ന് എല്ലായിടത്തും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണത്തോട് അമിതമായ ആസക്തി, മദ്യം, ലഹരി വസ്തുക്കൾ ധാരാളമായി ഉപയോഗിക്കുന്നു. മലയാളിയുടെ ആത്മനിയന്ത്രണം അപകടത്തിൽ നിന്ന് അങ്കിള് ഒരു ലേഖനം വായിച്ചു തോറക്കെ. നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുക. കൊളസ്ട്രോളും പ്രമേഹവും അങ്ങനെയുള്ള പലതരത്തിലും നമ്മൾ രോഗികളാകാനും ഒരു കാരണം ഈ ആത്മനിയന്ത്രണം കുറഞ്ഞു പോയതാണ്. പക്ഷേ അതിൽ കൂടുതലായി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചില കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരു സുകൃതമാണ്, ഒരു പുണ്യമാണ്. എങ്ങനെയാ ഈ ക്വാളിറ്റി വളർത്താൻ പറ്റണേ അങ്കിൾ? അങ്കിൾ പറഞ്ഞല്ലോ, ആത്മനിയന്ത്രണം അഥവാ ആത്മസംയമനം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണെന്ന് അങ്കിൾ പറഞ്ഞല്ലോ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ആത്മനിയന്ത്രണം ഒരുവൻ്റെ ശക്തിയിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവയെ എന്നിൽ അന്വേഷിച്ചു, എങ്കിലും കണ്ടെത്തിയില്ല. അതുകൊണ്ട് ദൈവം തരുന്നില്ലെങ്കിൽ ഒരുവനും ആത്മനിയന്ത്രണമുള്ളവരായിരിക്കാൻ കഴിയുകയില്ല എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആത്മസംയമനം എന്ന ഫലം നമ്മൾ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുമ്പോൾ നമുക്ക് ഈ ആത്മനിയന്ത്രണമുള്ളവരായിരിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാമോ അങ്കിൾ? അങ്കിള് ആത്മസംയമനത്തെക്കുറിച്ച് പെട്ടെന്ന് അങ്കിളിന് ഓർമ്മ വരുന്നൊരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം എൻ്റെ അങ്കിളിൻ്റെ 4ാമത്തെ മോള് അൽഫോൻസി എന്നാണ് അവളുടെ പേര്. അവൾ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവൾക്കൊരു മിഠായി കിട്ടി. അപ്പോൾ ഈ മിഠായി കൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഈ മിഠായി ഞാൻ കഴിക്കട്ടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നൊയമ്പെടുക്കുകയല്ലേ, മിഠായിക്ക് നൊയമ്പല്ലേ. ഇത് പറഞ്ഞ നിമിഷം അവൾ ആ മിഠായി എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മിഠായി അല്ലേ. അപ്പോൾ
അങ്കിളുടെ വീട്ടിൽ അവർ ചെയ്യുന്നത് കിട്ടുന്ന മിഠായികളൊക്കെ ഈ നോമ്പ് കാരണം വേണ്ടെന്ന് വെച്ച് അതിങ്ങനെ ആ ഒരു ഇഷ്ടം വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ ആത്മനിയന്ത്രണത്തിൽ അവർ പരിശീലിക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. ചില വീടുകളിൽ അവർ നോമ്പ് കാലത്ത് TV ഒന്നും കാണുന്നില്ല, സിനിമ കാണുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടെന്ന് വെച്ച് നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ആ ഒരു ഇഷ്ടത്തെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതാണ് ഈ ആത്മനിയന്ത്രണത്തിൽ നമ്മൾ വളരുകയും നമ്മളങ്ങനെയുള്ള നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ആത്മനിയന്ത്രണത്തിൽ പരിശീലിക്കാനുള്ള അവസരം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ആത്മനിയന്ത്രണത്തിൽ വളരാനുള്ള പരിശീലനം നമുക്ക് നൽകുമായിരുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പുകാലം നമ്മെ അതിന് കൂടുതൽ സഹായിക്കും. ഈ പുണ്യത്തിൽ ജീവിച്ച വിശുദ്ധർ ആരൊക്കെയങ്ങളെ? വിശുദ്ധരായ ആളുകളുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ജീവിത വിശുദ്ധിയിൽ വളരാൻ, ദൈവത്തോടുള്ള ആ ദൈവഹിതത്തനുസരിച്ച് ജീവിക്കാനായിട്ട് വിശുദ്ധർ ഏറ്റവും കൂടുതൽ അഭ്യസിച്ച ഒരു പുണ്യമാണ് ആത്മസംയമനം എന്നുള്ള പുണ്യം. നമ്മുടെ മാർച്ച് മാസത്തിലെ ഏഞ്ചൽസ് ആർമി മാഗസീനിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹിതയായ വാഴ്ത്തപ്പെട്ട എലിസബത്ത് എന്ന് പറയുന്ന ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ട്. ഫ്രാൻസിലാണ് ഈ വിശുദ്ധ ജനിച്ചത്. ജോസഫ് മരിയ ദമ്പതികളുടെ മകളായിരുന്നു. ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ വളർന്ന് വരുമ്പോൾ തന്നെ, കുഞ്ഞുനാളിലായിരിക്കുമ്പോൾ തന്നെ നല്ല ദേഷ്യപ്രകൃതിക്കാരിയായിരുന്നു, വാശി ഉള്ള ഒരു കുട്ടിയായിരുന്നു കുഞ്ഞുനാളിൽ. പക്ഷേ ഈ കുഞ്ഞിൻ്റെ അമ്മ എലിസബത്ത് എന്ന് പറയുന്ന ഈ വിശുദ്ധയെ ഈ ആത്മസംയമനം എന്ന പുണ്യത്തിൽ വളരാനായിട്ട് പ്രത്യേകം പരിശീലിപ്പിച്ചിരുന്നു. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാനായിട്ട് കുഞ്ഞുനാളിലെ ഈ പുണ്യവതിക്ക് അവസരം കിട്ടിയിരുന്നു. ആത്മസംയമനം പാലിച്ച് ജീവിച്ചാൽ എന്താ ഗുണം? ആത്മസംയമനം പാലിച്ച് ജീവിച്ചാലുള്ള ഗുണത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കെല്ലാവർക്കും നിത്യജീവൻ ലഭിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, കായികാഭ്യാസികൾ ഈ ലോകത്തിൽ കിരീടം വാങ്ങിക്കാൻ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒളിമ്പിക്സിലും മറ്റ് വലിയ കായിക പരിപാടികളിലൊക്കെ മത്സരിക്കുന്നവർ എത്രയോ കാര്യങ്ങൾ അവർ വേണ്ടെന്ന് വെക്കുന്നു അല്ലേ? ഒളിമ്പിക് മെഡൽ വാങ്ങിക്കാനായിട്ട് അധ്വാനിക്കുന്ന ഒരു കായികാഭ്യാസിയോട് ചോദിച്ചാൽ പറയും അവരെല്ലാവരും പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കുന്നു അല്ലേ? പലപ്പോഴും അവർക്ക് ഇഷ്ടമുള്ളത് പലതും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അവരുടെ കോച്ച് പറയുന്നത് പോലെയാണ് അവർ പല കാര്യങ്ങളും അവർ ഭക്ഷിക്കുകയും അവർ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ് പറയുക, കായികാഭ്യാസികൾ ഇങ്ങനെ ചെയ്യുന്നത് നശ്വരമായ കിരീടം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇവിടെ ഒരു സ്വർണ്ണ മെഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മളാകട്ടെ, നമ്മൾ ഈ ലോകത്തിൽ സംയമനം പാലിച്ച് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്കെല്ലാവർക്കും അനശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ്, നമുക്കെല്ലാവർക്കും നിത്യജീവിതം കിട്ടാൻ വേണ്ടിയാണ്, ദൈവത്തിലെത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ 50 നോമ്പിൻ്റെ ഈ കാലഘട്ടം ഈ ആത്മസംയമനത്തിൽ പ്രത്യേകം വളരാനായിട്ടുള്ള അവസരമായിട്ട് മക്കൾ കാണുന്നു. അങ്കിളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. യൂഷ്വലി നമ്മൾ ഈ എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ എന്തോരം പാടുപെടും അല്ലേ? പക്ഷെ അങ്കിൾ എന്താ നമുക്ക് പറഞ്ഞു തന്നെ, ഈശോയുടെ സഹായത്തോടുകൂടെ നമുക്കത് വളരെ എളുപ്പത്തോടെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കിപ്പോൾ ദേഷ്യം വരികയാണ്, നമുക്ക് പറയാം ഈശോയെ എൻ്റെ ഈ ദേഷ്യം ഒന്ന് മാറ്റിത്തരണേ. അല്ലെങ്കിൽ കൊതി വരികയാണ്, ഇപ്പോൾ നോമ്പ് കാലത്ത് നമുക്ക് ചിക്കൻ കാണുമ്പോൾ കൊതി വരികയാണ്, നമ്മൾക്ക് പറയാം ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാനത് വേണ്ടെന്ന് വെക്കുകയാണ് അല്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. അപ്പോൾ നിങ്ങളത് ശ്രമിക്കുമോ അങ്ങനെ ചെയ്യാൻ? പ്രോമിസ്? ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിന് മുമ്പ് വചനം ഏറ്റു പറയാം. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 32-ാം വാക്യം. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠമാണ്. ഇനി സുകൃത ജപം. ഈശോയെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ. Praise the Lord.
walking in the light of the Lord. It's a great thing to love the Lord. It's a great thing to love the Lord. It's a great thing to love the Lord. Walking in the light of the Lord. It's a great thing to love the Lord. It's a great thing to love the Lord. It's a great thing to love the Lord. Walking in the light of the Lord. Walk, 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 walk in the light. Walk, 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 walk in the light. Walk, 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 walk in the light. Walking in the light of the Lord. അടിപൊളി ആക്ഷൻ സോങ് ആയിരുന്നു അല്ലേ? ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയാനുള്ളത് നോക്കാം. അപ്പോൾ വചനം സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 32-ാം വാക്യം. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ഇനി സുഹൃജപം. ഈശോയെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ. വിശുദ്ധ കൊച്ചറേസ്യയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. വിശുദ്ധ കൊച്ചറേസ്യയുടെ മാതാപിതാക്കൾ ലൂയി മാർട്ടിനും സെലിഗൊരിനും. ഇവർ വിവാഹിതരാകാൻ ആഗ്രഹിച്ചില്ല. ഒരാൾ അച്ഛനാകാൻ പോയി മറ്റേയാൾ കന്യാസ്ത്രീയാകാനും പോയതാണ്. പക്ഷേ ദൈവവിളി അതിനല്ലായിരുന്നു. നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയതായിരുന്നു. ഇവരുടെ 9ാമത്തെ ശിശുവാണ് വിശുദ്ധ കൊച്ചറേസ്യ. വിശുദ്ധ കൊച്ചറേസ്യ ജനിച്ച് ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വലിയൊരു രോഗത്തിനടിമയായി, ക്യാൻസർ രോഗം. 1 വയസ്സ് വരെ മറ്റൊരു സ്ഥലത്താണ് കൊച്ചറേസ്യ അതുകൊണ്ട് വളർന്നത്. ഇവളുടെ ചേച്ചിമാർ, ഇവർ 9 മക്കളാണെന്ന് പറഞ്ഞില്ലേ, 9 മക്കളിൽ 4 പേര് ജനിച്ച ഉടനെ തന്നെയൊക്കെ മരിച്ചു. അവർ സ്വർഗത്തിലെത്തി. ബാക്കി 5 പെൺകുട്ടികളാണ് പിന്നെ ഈ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. അമ്മ സെലിഗൊരിൻ ഏതാണ്ട് കൊച്ചറേസ്യക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവളെ പിന്നെ നോക്കാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ ചേച്ചിമാരാണ് അവളെ വളർത്തിയത്. ചേച്ചിമാരുടെ ശിക്ഷണത്തിലും ആ ദൈവസ്നേഹത്തിലും അവൾ വളർന്നു വന്നു. ചെറുപ്പത്തിലെ അമ്മയുടെ സ്നേഹം കിട്ടാഞ്ഞതുകൊണ്ടായിരിക്കാം, നല്ല വാശിക്കാരിയായിരുന്നു. ചെറിയ കാര്യത്തിന് പോലും നല്ല വാശി പിടിച്ച് കരയുമായിരുന്നു. പക്ഷേ ഇവൾക്ക് അപ്പം തന്നെ തോന്നും, തെറ്റിപ്പോയി. വേഗം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവരോട് മാപ്പി ചോദിക്കുമായിരുന്നു ആ ചെറുപ്രായത്തിൽ തന്നെ. ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി അവൾ ഒത്തിരി ദാഹിച്ച് പരിശുദ്ധ അമ്മയെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടു. അമ്മയോട് എപ്പോഴും അവളുടെ ദുഃഖവും അവളുടെ പ്രയാസവും ഒക്കെ പറയുമായിരുന്നു. 10 വയസ്സായപ്പോഴാണ് ഇവൾ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ആ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഏതാണ്ട് 3 മാസത്തോളം അവൾ ഒരുങ്ങി. അതിനുശേഷം ഒരു ധ്യാനമൊക്കെ കൂടിയിട്ടാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്. ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പ് തന്നെ ഇവളെപ്പോഴും ഇങ്ങനെ ഈശോയോട് പറയുമായിരുന്നു, ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇവൾക്ക് ഏതാണ്ട് 10 വയസ്സായപ്പോൾ വലിയൊരു രോഗത്തിനടിമയായി. അതായത് എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും ആ രോഗത്തിനൊരു ശമനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പന് ഇവളെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൻ മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ മുറിയിലൊരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു. ആ ഗ്രോട്ടോ ഒരു രൂപം, ആ രൂപത്തിൻ്റെ മുൻപിലിരുന്ന് തിരി കത്തിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ മാതാവിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ചിരി, ഒരു പുഞ്ചിരി കണ്ടുവൾ. ആ പുഞ്ചിരിയോടുകൂടി ഇവളുടെ രോഗമെല്ലാം മാറുകയാണ്. അപ്പൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇവൾ സുഖമായിട്ട് രോഗസൗഖ്യം പ്രാപിച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അന്ന് മുതൽ
അവൾ മാതാവിനോട് കൂടുതൽ ഭക്തിയായി. എപ്പോഴും എത്രയും ദയുള്ള മാതാവേ എന്നുള്ള ജപം ചൊല്ലുമായിരുന്നു. അപ്പോൾ ആ രൂപത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അമ്മ പ്രാർത്ഥിച്ചിരുന്ന രൂപമാണത്. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് ഈ മാതാവിൻ്റെ രൂപത്തെ നോക്കിക്കൊണ്ടാണ്. ആ മാതാവിൻ്റെ ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പുഞ്ചിരി എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. എപ്പോഴും മാതാവിനോട്, അപ്പോൾ ഇവൾ തന്നെ പറയുമായിരുന്നു, യേശുവിലേക്ക് എളുപ്പ വഴിയാണ് മാതാവിലൂടെ, അതായത് അമ്മയിലൂടെ യേശുവിലേക്ക്. അത് ലോകത്തെ അറിയിച്ചതും പഠിപ്പിച്ചതും കൊച്ചറേസ്യയാണ്. കൊച്ചറേസ്യ ഏതാണ്ട് 15 വയസ്സുള്ളപ്പോൾ അവൾക്ക് കന്യാസ്ത്രീയാണോയെന്ന് ഭയങ്കര ആഗ്രഹം. അതിനും വലിയ പിടിവാശിയായിരുന്നു. അപ്പോൾ അവിടെ ആ കർമ്മല സഭയിൽ ചേരാനായിട്ട്, അതായത് ചേച്ചിമാർ, ഒരാൾ പൗളിൻ ചേച്ചിയാണല്ലോ ഇവൾ വളർത്തിയത്, ആ ചേച്ചി പോയത് കർമ്മല സഭയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ സെലിൻ ചേച്ചിക്കും അവിടെ പോകണമെന്നാണ് ആഗ്രഹം. ചേച്ചിയും അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഇവൾക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവൾ പോകാനായിട്ട് ഒരുങ്ങി അവിടെ ചെന്ന് സഭയിൽ അവിടുത്തെ സുപ്പീരിയറോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, 21 വയസ്സായാലേ കന്യാസ്ത്രീയാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് വാശി കൂടുതലാന്ന്. ഇവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ എന്നെ ഒരു കന്യാസ്ത്രീയാക്കണം, എന്നെ ഒരു കന്യാസ്ത്രീയാക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾക്ക് തോന്നി അവിടുത്തെ മെത്രാനോട് പറഞ്ഞ കാര്യം സാധിക്കുമായിരിക്കും. അങ്ങനെ അപ്പനോട് പറഞ്ഞ് മെത്രാൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. മെത്രാൻച്ചൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ്, അയ്യോ 21 വയസ്സാണ് ഇതിൻ്റെ സമയം, അപ്പോഴല്ലാതെ കന്യാസ്ത്രീയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവരവിടെ നിന്നും നേരെ പോപ്പിൻ്റെ അടുത്തോട്ട് പോയി. പോപ്പിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പോപ്പിന് ഇവരുടെ ഭാഷയൊന്നും മനസ്സിലായില്ല. ചെന്ന ഉടനെ എന്നെ കാലിൽ കെട്ടി വീണ് എന്നെ ഒരു കന്യാസ്ത്രീയാക്കണമെന്ന്. അതെന്താന്ന് പോലും പുള്ളിക്കാരന് മനസ്സിലായില്ല, പോപ്പിന് മനസ്സിലായില്ല. അവിടെ അടുത്ത് നിന്നിരുന്ന ഒരച്ഛൻ തർജ്ജമ ചെയ്ത് കൊടുത്ത്, ഇവൾക്ക് കന്യാസ്ത്രീയാകണമെന്നാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ പോപ്പ് 11-ാം പീയൂസ് മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം പറഞ്ഞ്, ദൈവം ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അത് നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോന്നിട്ട് പോരണ വഴിക്ക്, റോമിൽ നിന്ന് ഇങ്ങനെ പോരണ വഴിക്ക് ഒരു അച്ഛൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവളെ ശ്രദ്ധിക്കുന്നത് വേറൊന്നും ഇല്ല, ഇവളെങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുമോ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇവൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞാണ് ജീവിക്കുന്നതെന്നുള്ളത് ആ അച്ഛന് ബോധ്യം വന്ന്. അതുപോലെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അതൊക്കെ ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ടാണ് ഇവൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇത് ഇവൾ വെറുതെ പറയണതല്ല, ആഗ്രഹിച്ചിട്ട് പറയണതാണെന്ന്. അച്ഛൻ അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് അവളൊരു കന്യാസ്ത്രീയാക്കി. കന്യാസ്ത്രീയായിട്ട് ജീവിച്ച്. കന്യാസ്ത്രീയാകാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വൈദികരുടെ വിശുദ്ധീകരണം, ആത്മാക്കളുടെ രക്ഷ. ഇതാണ് ഇവളുടെ ഹൃദയത്തിലുള്ള ആ ഒരു ഇൻറ്റൻഷൻ, ആ ഉദ്ദേശം അതായിരുന്നു. എല്ലാ ആഴ്ചയും അമ്മാമ്മ നമുക്ക് ഓരോ കഥകൾ പറഞ്ഞുതരും. ഞാനപ്പോൾ എപ്പോഴും ആലോചിക്കായിരുന്നു അമ്മാമ്മക്ക് എവിടെ നിന്ന് ഈ കഥയൊക്കെ കിട്ടുന്നതെന്ന്. അമ്മയമ്മയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഏഞ്ചൽസ് ആർമി മാഗസിൻ എല്ലാ മാസവും ഓരോ വിശുദ്ധരുടെ കഥയുണ്ടാവും. അപ്പം നമുക്കും ഇനി വായിച്ചിട്ട് അമ്മാമ്മ വിട്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അടുത്തത് നമുക്കൊരു വിഷ്വൽ കാണാം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിനോട് നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. വളരെ ഒരു സ്വീറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വചനം സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 32-ാം വാക്യം. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. നീ സുകൃത ജപം. ഈശോയെ, മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ.
Sit in that chair. All right, here's the deal. Marshmallow, for you. You can either wait, and I'll give you another one if you wait, or you can eat it now. When I come back, I'll give you another one, so then you'll have two. But stay in here and stay in the chair till I come back, okay? All right. I'm gonna go do something and then I'll come back. It smells yummy. It smells really good. All right, so it's up to you. You can have it now or you can wait. Okay? I'll be back. Stay in the chair, okay? Okay. All right, so I'm gonna leave and then I'll come back, okay? So you can either eat it right now or you can wait. Either way, okay? Okay. How'd you do? Did you do good? You did? Yeah. You wanted to eat it, didn't you? Yeah. So did I tell you to give you another one? Okay, now you can have both. You need them. ഇപ്പോൾ വിഷ്വലിൽ കണ്ടതുപോലെ നമ്മുടെ ലൈഫിലും പലപ്പോഴും നമുക്ക് ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ മിക്കപ്പോഴും എന്താ ചെയ്യണത്? ക്ഷമയില്ലാതെ നമ്മൾ ഓരോന്നെടുത്ത് ചെയ്യും, അതിന് ഒത്തിരി റിയാക്ട് ചെയ്യും. പക്ഷേ അതിന് പകരം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മൾക്ക് ഒത്തിരി നന്മകളുണ്ടാവും. നമ്മൾ എന്തെങ്കിലും എടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരാം, പക്ഷെ അത് ചിലപ്പോൾ അതിൻ്റെ റൈറ്റ് ഫോമിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോയോട് പ്രാർത്ഥിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ആ ഒരു ടാലൻറ്റ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ദൈവത്തോട് ആശ്രയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ റൈറ്റ് ഫോമിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, നമുക്ക് ആത്മനിയന്ത്രണം ഞങ്ങളെ പഠിപ്പിക്കണേ. ഇന്നത്തെ സുഹൃജപം തന്നെ എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞാൽ മതി. പിന്നെ അത് ചെയ്യോ? ഓക്കെ. അപ്പാ, എനിക്കൊരു ബോൾ വേണം. അമ്മ, എനിക്കൊരു ബോൾ തരാമോ? തരാലോ. ഇപ്പോൾ വിഷ്വലിൽ കണ്ട കാര്യം നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയോ? നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ? അത് ശരിയായിട്ട് തോന്നിയോ? നമ്മൾ എന്ത് വേണമെങ്കിലും ഇത്തിരി സ്നേഹത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തരാൻ തോന്നും അല്ലേ? അല്ലാണ്ട് നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് എനിക്കത് തന്നെ എന്ന് ചോദിച്ചാൽ തോന്നുമോ? ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ അമ്മയോട്. നമ്മുടെ അമ്മ നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ല എന്ന്, അങ്ങനത്തെ രീതിയിൽ നമ്മൾ സംസാരിക്കും. പക്ഷെ അമ്മമാരോടും നമ്മൾ സ്നേഹത്തോടെ ചോദിക്കണം, എനിക്ക് തരുമോ, എനിക്കത് ഇന്ന് തരുമോ? അങ്ങനെ ചോദിക്കുമ്പോൾ തരാൻ തോന്നും അല്ലേ? സ്നേഹത്തോടെ തരാൻ തോന്നും. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, പ്രോമിസ്? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കഴിഞ്ഞ് ആത്മസംയമനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈശോയുടെ സഹായത്തോടെ നമ്മളത് ചെയ്യുമെന്നും തീരുമാനമെടുത്തു. അപ്പം നമുക്ക് വചനം ഒന്നും കൂടെ ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 32-ാം വാക്യം.
മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ഇനി സുകൃത ജപം. ഈശോയെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.